ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളം എന്ന സംസ്ഥാനം മുഴുവനും മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു. അതെ, പെറ്റുപെരുക്കിയിട്ടാണെങ്കിലും മതം മാറ്റിയിട്ടാണെങ്കിലും ഇനി അതല്ലാതെയും ചില മാർഗങ്ങളുണ്ട് കേട്ടോ. ബംഗ്ലാദേശികളെയൊക്കെ ബംഗാളികൾ എന്ന വ്യാജേന നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവരെ മലയാളികൾക്ക് വേണമെങ്കിൽ കെട്ടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ അവർ കുടുംബമായിട്ട് തന്നെ വന്നിവിടെ താമസിച്ചോട്ടെ, കുഴപ്പമില്ല. എങ്ങനെയായിരുന്നാലും ഞമ്മന്റെ ആളുകളാണല്ലോ വളരുന്നത്. വി.ഡി. സതീശന്റെ വലം കൈയൊക്കെ വിചാരിച്ചാല് വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കാനാ പ്രയാസം. അങ്ങനെ ഹർഷാദിക്ക വിചാരിച്ച് 25,000 രൂപയ്ക്ക് ബംഗ്ലാദേശികൾക്ക് എല്ലാ രേഖകളും ഒറിജിനലിനെ വെല്ലുന്ന രൂപത്തിലുള്ള വ്യാജന്മാരെ ഉണ്ടാക്കി കൊടുത്ത് ഈ കേരളം മൊത്തം പിടിച്ചു. തന്നെയുമല്ല, കുട്ടികളെയൊക്കെ വിളിച്ചിട്ട്, യുവാക്കളെയൊക്കെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, മക്കളെ, ഇനി നിങ്ങൾ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഒന്നും പോകണ്ട. ഭരണഘടനയ്ക്ക് അനുസൃതമായി സമത്വവും സാഹോദര്യവും ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്, മതരാജ്യമാകാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെയാണ് നിർമ്മല കോളേജിലുള്ള കുട്ടികൾക്ക് നമസ്കരിക്കാനുള്ള പരിശീലനം നൽകിയ ഉസ്താദ് പറഞ്ഞത് കേട്ടിരുന്നു. ഇതൊക്കെ ആസൂത്രണമാണ്. ആദ്യം നിങ്ങളൊരു ക്ലാസ് മുറിക്കകത്ത് ഒരാൾ നമസ്കരിക്കാൻ തുടങ്ങുക. ഏറ്റവും പുറകിലുള്ള ബെഞ്ച് ഒന്ന് പിടിച്ച് ഡെസ്കിന്റെ പുറത്ത് കമഴ്ത്തി വെച്ചിട്ട് അവിടെ നമസ്കരിക്കുക. രണ്ടാമത്തെ ദിവസം ആ ഒരാള് എന്നുള്ളത് 3 ആളായി മാറും. കുറച്ച് കഴിയുമ്പോൾ അത് 30 പേരാകും. അപ്പോൾ നമുക്ക് ക്രമേണ ഒരു ക്ലാസ് മുറി മുഴുവനും കിട്ടും. അങ്ങനെ തുടങ്ങി 150 പേരാകുമ്പോൾ ആ ക്യാമ്പസിനകത്ത് നമുക്കൊരു പള്ളി റെഡിയായി കിട്ടും. ഇതാണ് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ അക്ഷരം പ്രതി അതങ്ങ് അനുസരിച്ചു. എന്നിട്ട് കുട്ടികൾ സമരം ചെയ്തപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ മെജോറിറ്റി ആയില്ലേ, പിന്നെന്താ ഞങ്ങൾക്ക് നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം തന്നാല്, ഞങ്ങൾക്ക് എന്താ ഒരു പള്ളി തന്നാല്, ഞങ്ങൾക്കൊരു ക്ലാസ് മുറി ഇങ്ങോട്ട് തന്നാൽ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ അവിടെ അവധി പ്രഖ്യാപിച്ചിട്ട് ജുമുഅ നമസ്കരിക്കില്ലേ, ഖുത്ബ നടത്തില്ലേ, ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കില്ലേ, പള്ളിക്കൊരു പേരിടില്ലേ, ആ പള്ളിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഖുർആൻ ക്ലാസുകൾ, മതസമ്മേളന പരിപാടികൾ. ഇതൊക്കെ നോക്കുമ്പോൾ കലാലയത്തിൽ മതം വളർത്തി നമ്മൾ ആ കലാലയം പോലും മതവൽക്കരിച്ച് അങ്ങനെ 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 ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പാകിസ്ഥാനാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കില്ലേ. എന്തായിരുന്നാലും ഈ ഭാരതത്തിലെ ഓരോരോ സംസ്ഥാനം വീതം ഹലാലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോരോ സ്ഥാനാക്കി മാപ്പിള സ്ഥാനികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തെലങ്കാന അച്ചായന്മാർ പിടിച്ചു. ഇവര് വിചാരിച്ചു കാക്കാമാർക്കുള്ളത് പോലത്തെ സുന തന്നെയാണല്ലോ നമുക്കുമുള്ളത്, നമ്മൾ എന്തിനാണ് പിന്നെ ഈ ആയുധം വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നത്. ശരി, എന്നാ പിന്നെ പരത്തി 3-4 കുട്ടികൾ ആവട്ടെ. അങ്ങനെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ അച്ചായന്മാരും തീരുമാനമെടുത്തതിന്റെ ഭാഗമായി തെലങ്കാന കയ്യിന്ന് പോയി. നിങ്ങൾക്ക് ഓർമ്മ എന്തായിരിക്കും, ഞാൻ ഒരു വീഡിയോ ചെയ്തത്, ആന്ധ്രയിലും തെലങ്കാനയിലും ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നു. അതിനൊരു തെളിവ് കൂടെ ഞാൻ പറഞ്ഞു. ശബരിമലയിലും തിരുപ്പതിയിലും ആന്ധ്രയിൽ നിന്നും വരുന്നവരുടെ എണ്ണം വല്ലാതെ കുറയുന്നു. അപ്പം അത് ഔദ്യോഗികമായിട്ട് ഞാൻ പറഞ്ഞതല്ല, ഞാനൊരു ഏകദേശ കണക്ക് വെച്ചാണ് ഇത് പറഞ്ഞത്. അപ്പം ഇപ്പോഴത്തെ രേവന്ത് റെഡ്ഡി സർക്കാർ തെലങ്കാനയിൽ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ ഒരു സംഭവമാണ് കാസ്റ്റ് ബേസ്ഡ് സെൻസസ് വേണം. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 6 മാസം കൊണ്ട് നടത്തിയ കാസ്റ്റ് സെൻസസ് അവിടുത്തെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ, സ്റ്റുഡൻസിനെയൊക്കെ വെച്ച് ഏകദേശം 3.5 കോടി ജനങ്ങൾക്കുള്ളിലാണ് ഈ സർവേ നടത്തിയത്. അപ്പം അതിന്റെ റിപ്പോർട്ട് 2 ദിവസം മുമ്പ് അവിടെ തെലങ്കാനയുടെ നിയമസഭയിൽ വെച്ചു, ടേബിളിൽ വെച്ചു. എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മനസ്സിലാക്കുക. അതായത് കഴിഞ്ഞ 10 വർഷം മുമ്പ് നേരത്തെ നടത്തിയ നാഷണൽ സെൻസസിൽ അതിൻ്റെ അകത്ത് ക്രൈസ്തവരുടെ എണ്ണം പറയുന്ന 1.26 അത്രയേ ഉള്ളൂ. അതായത് 1.26% മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഈ പറയുന്ന സെൻസസ് എന്ന് പറയുന്ന നാഷണൽ സെൻസസ് അല്ല, സ്റ്റേറ്റ് നടത്തിയ സെൻസസ് ആണ്. അതായത് കാസ്റ്റ് ബേസ്ഡ് എക്കോണമി, ഈ ബാക്ക്വേർഡ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട സെൻസസ് ആണ് നടത്തിയത്. ആന്ധ്രയിലും മറ്റുള്ള പത്രങ്ങളിൽ, ചില പത്രങ്ങൾ, നാഷണൽ പത്രങ്ങളിലും ഇത് വലിയ വാർത്തയായിരിക്കുകയാണ്. അതായത് ആന്ധ്രയിൽ 56% ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, ദാറ്റ് ഇൻക്ലൂഡിങ് മുസ്ലിംസ്. മറ്റുള്ള OBCയും ബാക്ക്വേർഡ് ക്ലാസ്സും അതേപോലെ ബാക്ക്വേർഡ് BC ട്രൈബും എല്ലാം ഉൾപ്പെടെയാണ് 56%, അതായത് മെജോറിറ്റി. ഏറ്റവും തമാശ എന്ന് പറയുന്നത്, ഇപ്രാവശ്യത്തെ സർവേയിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, ഈ ബാക്ക്വേർഡ് ക്ലാസ്സിൽ SCയും STക്കകത്തുള്ള വലിയൊരു ശതമാനം കൺവേർട്ടായി. കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അത് സർവേയിൽ പറയുന്നുണ്ട്. ഇത് തെലുങ്ക് പത്രങ്ങളിലും ചില നാഷണൽ മീഡിയയിലും വലിയ വാർത്തയായി വന്നു. അതായത് ക്രൈസ്തവരുടെ എണ്ണം ബാക്ക്വേർഡ് ക്ലാസ്സിൽ ഈ 57% വലിയൊരു ശതമാനം, അതായത് 57ന്റെ പകുതിയിലധികം അവിടെ ബാക്ക്വേർഡ് ക്ലാസ് അവർ കൺവേർട്ട് ചെയ്ത്. അതായത് മുസ്ലിംസ് 56 മുസ്ലിംസിന്റെ എണ്ണം പറഞ്ഞാൽ 10.7%. അവരും അതർ OBC ആയിട്ട് ഒരുമിച്ചാണ് കണക്കെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്
ചില വാർത്തകൾ വരുന്നു. സീരിയസ് ആണ്, നിങ്ങൾ വായിച്ചു നോക്കാം. ഞാൻ ഈ നേരത്തെ ആന്ധ്രയെ പറ്റി പറഞ്ഞതും പിന്നെ ഗവൺമെന്റ് അത് സാധൂകരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ കറക്റ്റാണ് സംഭവം. അതായത് ബാക്ക്വേർഡ് ക്ലാസ്സിൽ വലിയൊരു ശതമാനം, അതായത് 57 പകുതിയിലധികം, അതിൻ്റെ അധികം അവർ കൺവേർട്ടായി. അപ്പം ഇപ്രാവശ്യത്തെ സർവേയിൽ ചർച്ചകൾക്ക് റോളുണ്ട്. പ്രൊട്ടസ്റ്റന്റ് പെന്റക്കോസ്റ്റ് ചർച്ചകളാണ് അവിടെ ഉള്ളത്. എന്താണ് ചർച്ച്? അവിടെ വരുന്ന വിശ്വാസികളോട് ഒരു ക്യാമ്പയിൻ നടത്തി. നിങ്ങളടുത്ത് സർവേക്ക് ആൾ വരുമ്പോൾ സത്യമേ പറയാവൂ, കള്ളം പറയരുത്. അതുപോലെ നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യണം. നിങ്ങൾ ക്രിസ്ത്യൻ ആണോ, ഹിന്ദു ആണോ, നിങ്ങളുടെ ബിലീഫ്സ് എന്താണെന്ന്. കാരണം എക്കണോമിക് സർവേ ആണ്, കാരണം സത്യം പറയാം. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടായത്, ഈ ബാക്ക്വേർഡ് ക്ലാസ്സിനകത്ത് വലിയൊരു ശതമാനം ആവശ്യപ്പെട്ടു അവർക്ക് റിസർവേഷൻ്റെ ആവശ്യമില്ല, കാരണം എക്കണോമിക്കലി വെല്ലാണ്. ഇതാണ് ബേസിക്കലി അവിടുത്തെ ഒപ്പോസിഷനായ ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിയെ പോലും ഞെട്ടിച്ചിരിക്കുക. ഇതായാലും ഞാൻ ഈ പറയുന്നതിന്റെ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ജിയോഗ്രഫിക്കലി ഡെമോഗ്രഫിക്കലി ഒക്കെ എടുത്തുള്ള വലിയ സർവേ നടത്തിയത്. ഇതിന്റെ പല ലിങ്കുകളും നിങ്ങൾക്ക് വായിക്കാം, ഗൂഗിൾ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ പല തെലുങ്ക് പത്രങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ ക്രിസ്ത്യൻസിനിടയ്ക്ക് പ്രോസ്പെരിറ്റി ഉണ്ടായി. അവർ നേരത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി ബാക്ക്വേർഡ് ക്ലാസ് ആയ സമയത്ത് അവർക്ക് ഈ റിസർവേഷൻ തൊഴിൽ വേണമായിരുന്നു, റിസർവേഷനിൽ അവർക്ക് അഡ്മിഷൻ വേണമായിരുന്നു. ഇപ്രാവശ്യം അവർ പറയുന്നത്, അധികം പേര് പറഞ്ഞേക്കുന്നത്, അവർക്ക് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസിന്റെ റിസർവേഷനോട് താല്പര്യമില്ല. അവർ ഓപ്പൺ മെറിറ്റിൽ അവർ കോമ്പറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം റീസൺ ഉണ്ട്. കാരണം അവിടെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ജോലി ഇത്രേ കിട്ടത്തുള്ളൂ. കാരണം ഇവർക്കെല്ലാം എഡ്യൂക്കേഷൻ കൂടെ കിട്ടി. ഇതാണ് സോഷ്യോ എക്കണോമിക് ചേഞ്ച് ആണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഞാൻ റിലീജിയനെ പറ്റിയല്ല ഈ പറയുന്നത്. എന്താണ് സോഷ്യോ എക്കണോമിക് ചേഞ്ച്? കാരണം അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അവർക്ക് നല്ല ഹെൽത്ത് കിട്ടി, അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി, അവരുടെ സാമ്പത്തികം ഉയർന്നു. അപ്പോൾ അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് ഈ പറയുന്ന റിസർവേഷൻ താല്പര്യം, ഗവൺമെന്റ് ജോബിനോട് താല്പര്യമില്ല. അവർ ഓപ്പൺ മെറിറ്റിൽ പോകാൻ തയ്യാറാണ്. ഞാൻ ഈ പറഞ്ഞ പല ആൾക്കാരും വിദേശത്ത് പോയി പഠിക്കുകയാണ്. കാരണം അവർക്ക് ഈ ഇന്ത്യയിൽ വന്നിട്ട് ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ജോലിയൊന്നും താല്പര്യമില്ല. ഇതാണ് എന്റെ റീസൺ. നമ്മളിന്റെ സോഷ്യോ എക്കണോമിക് റീസൺസ് നോക്കണം. ഇതാണ് കയറി അടിച്ചിരിക്കുന്നത്. അത് തരംഗമായി മാറി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആന്ധ്രയുടെ എടുത്തിട്ടില്ല, ഇത് തെലങ്കാനയുടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ തെലങ്കാനയുടെ ഈ സംഭവം കണ്ടിട്ട്, കാരണം അവിടെ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. ഇതിനകത്ത് ഈ പറയുന്ന അപ്പർ കാസ്റ്റ് എടുത്തിട്ടില്ല. അതായത് അവർ ഈ കാസ്റ്റ് സെൻസസിനകത്ത് അവരുടെ കണക്കുകളൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. അതായത് ഈ റാവു ആണെങ്കിൽ, റെഡ്ഡി ആണെങ്കിൽ, മറ്റുള്ള അപ്പർ കാസ്റ്റ്. ഇത് ബാക്ക്വേർഡ് ക്ലാസിന്റെ കാര്യമാണ് പറയുന്നത്. അതിനകത്താണ് മെജോറിറ്റി ആയിട്ടുള്ള സംഭവം ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞു, അവിടെയുള്ള പല അമ്പലങ്ങളും, കാരണം എനിക്കറിയാം, കാരണം ഞാൻ സെക്കൻഡറാബാദിൽ ജോലി ചെയ്ത് ജീവിച്ച ഒരു ആളാണ്. കുറച്ച് നാളത്തെ ഉണ്ടായിരുന്നു ഫാദറിന്റെ കൂടെ. എനിക്ക് തെലുങ്കന്മാരുടെ അവരുടെ വിശ്വാസങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ശരിക്കും ഒരു ഹൈന്ദവ ബിലീവിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കയറി വരുന്നത്. അപ്പൊ അവർക്ക് ഈ ചേഞ്ചസ് റിവൈവൽ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ 15-20 വർഷം കൊണ്ടാണ് കയറി ഉണ്ടായത്. അപ്പൊ അതിനകത്തുണ്ടായ സോഷ്യൽ റിഫോംസ്, റിലീജിയസ് സ്ട്രക്ചറിൽ ആന്ധ്രയിൽ നിന്ന് തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് അതിനകത്ത് ഗ്രോത്ത് ഉണ്ടായേക്കുന്ന ഈ കൂട്ടർക്കാം. ഇതാണ് ബേസിക് ഇഷ്യൂ. ഇപ്പം നമ്മുടെ അയൽവാസികൾ ആരെങ്കിലും ഒരാൾ താമസിച്ചു കഴിയുമ്പം അപ്പോൾ അവർ ആൾക്കാർ മോണിറ്റർ ചെയ്യുമല്ലോ. കാരണം അവൻ കൺവേർട്ട് ആവുന്നു, അവൻ്റെ സാമ്പത്തികം ഉയരുന്നു, അവൻ നല്ല സ്കൂളിൽ പഠിക്കുന്നു, അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, അവൻ്റെ ഹൈജീൻ, ഇതും പറയുന്നുണ്ട് ഹൈജീൻ. കാരണം വളരെ മോശമായ ഹൈജീനിലാണ്, അതായത് പരിസരത്താണ് ജീവിച്ചിരുന്നത്. അവർ നല്ല രീതിയിൽ വൃത്തിയും വെടിപ്പും സംഭവം. കാരണം ഈ സൂപ്പ് സാൽവേഷൻ ആണല്ലോ ക്രിസ്ത്യാനികളുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിലുള്ള ആരോഗ്യ ഹെൽത്തിനെ അവർ വലിയ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചർച്ച ത്രൂ ആണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതാണ് ഈ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിപ്പോർട്ട് ഓൾറെഡി വന്നു. ഇതിന് ഉറപ്പായിട്ടും നാഷണലി വലിയ ഡിസ്കഷൻ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ബാക്ക്വേർഡ് ക്ലാസ് കൺവേർട്ട് ആകുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞു. എന്തിന്റെ പേരിലായിരുന്നാലും ശരി, ക്രിസ്ത്യാനികൾ കുറച്ചൊക്കെ ഒന്ന് ഉയർന്ന് പ്രവർത്തിക്കാനും ചിന്തിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പണം കൊടുത്ത് വശീകരിക്കാൻ, അവരുടെ ലൈഫ് സ്റ്റൈല് മാറ്റി അവരെ മതപരിവർത്തനം ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ ജീൻ ഏതാണ് എന്നുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, എത്ര ഞെക്കി പഴുപ്പിച്ചാലും ശരി അതിന് മധുരമുണ്ടാവില്ല. ബയോളജിക്കലി വളരുന്നുണ്ട്. ഇപ്പൊ ഇസ്ലാം വളരുന്നത് പോലെ തന്നെ ഇസ്ലാമും അങ്ങനെ തന്നെയാണ് വളരുന്നത്. ബയോളജിക്കലിയും വളരുന്നുണ്ട്, മതപരിവർത്തനത്തിലൂടെയും നല്ല രൂപത്തിലുള്ള ഗ്രോത്ത് ഉണ്ട്. അപ്പം അതൊക്കെ അവരുടെ കാര്യങ്ങൾ വിടുക, നമ്മുടെ വിഷയമല്ല. ഓരോരുത്തർ പണം വാങ്ങിച്ചിട്ടാണെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയിട്ടാണെങ്കിലും മതം മാറാൻ സന്നദ്ധരായി നിൽക്കുന്നെങ്കിൽ പിന്നെ ഒരു തേർഡ് പാർട്ടി അവിടെ അഭിപ്രായം പറയുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. അപ്പോൾ തെലങ്കാനയ്ക്ക് വെളിവ് വെച്ചതുകൊണ്ട് നമ്മൾ ഇനിയും അങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ടവരല്ല. അങ്ങനെ ക്രിസ്ത്യാനികൾ പെരുകി അങ്ങനെ ഒരു മാറ്റം തെലങ്കാനയിൽ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഈ വാർത്തയെ ഏത് ലെവലിലായിരിക്കും കാണുക? നന്ദി.